ഈ വർഷത്തെ SSC GD എക്സാം എഴുതിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിലൂടെ എങ്ങനെ SSC GD എക്സാമിലേക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത് എക്സാം ക്വാളിഫൈ ചെയ്യാം എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പങ്കുവെക്കുന്നത്. നിങ്ങൾക്കറിയാം, ദിശ അക്കാഡമിയിലൂടെ കേരളത്തിനകത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ SSC GD എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ആളുകൾ എന്നോട് തന്നെ, ഞാൻ എൻ്റെ യൂട്യൂബ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ റീസണിങ്ങിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്, സാർ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് എത്രയും പെട്ടെന്ന് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പല ഡൗട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് ടോപ്പിക്കുകൾ തീർത്തു കൊടുക്കണമെന്ന് വളരെയധികം ദിശ അക്കാഡമിയുടെ ടീം ആഗ്രഹിക്കാറുണ്ട്. ഞാൻ അതിന് നിങ്ങളോട് പറയാറുണ്ടായിരുന്നു, നമ്മുടെ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ, അതായത് നമ്മുടെ മെയിൻ ചാനലിൽ തന്നെ എന്തുണ്ട്, ഒരു 3 പ്ലേ ലിസ്റ്റുകൾ 2021, 22, 23 വർഷങ്ങളുടെ പ്ലേ ലിസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് കാണണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ SSC GD ഓഡിയൻസ് ഒരുപാട് പേര് കേരളത്തിനകത്ത് കൂടിയപ്പോൾ നമ്മൾ ആർമി സ്റ്റുഡൻസിന് വേണ്ടി ഒരു ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചാനലിലൂടെയാണ് നമ്മുടെ ഈ ഏറ്റവും ലാസ്റ്റ് നടന്ന എക്സാമിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോയുടെ പ്ലേലിസ്റ്റുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഞാൻ ഈ പറഞ്ഞതുപോലെ എക്സാംസിന് വേണ്ടി വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നറിയാം. ഞാൻ പറയുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഈ പ്ലേലിസ്റ്റുകൾ കാണുക. കൂടാതെ നമ്മളുടെ പോകുന്ന ഓരോ വീഡിയോസും, നമ്മുടെ ഓരോ അധ്യാപകരും നിങ്ങളെ കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തുന്നത്. ഞാൻ എപ്പോഴും പറയും, SSC GD എക്സാംസ് എഴുതുന്ന വിദ്യാർത്ഥികൾ ഒരു ജോലിക്ക് വേണ്ടി മാത്രമല്ല SSC GD എക്സാം എഴുതുന്നത്. കാരണം അവർ ആ യൂണിഫോം പോസ്റ്റിനെ അത്ര കണ്ട് ആരാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ പോസ്റ്റ് വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരു ജോലി മാത്രമല്ല ആ വിദ്യാർത്ഥികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് കൊണ്ടെത്തിക്കാൻ ദിശ അക്കാഡമിക്ക് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ദിശ അക്കാഡമിയുടെ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് സർവീസിലുള്ള ആരോട് ചോദിച്ചാലും അവർ ദിശ അക്കാഡമിയുടെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പഠിച്ചവരായിരിക്കും. ഒന്നുകിൽ ഓഫ്ലൈനിൽ പഠിച്ചവരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സുകൾ എടുത്ത് പഠിച്ചവരായിരിക്കും. അറ്റ്ലീസ്റ്റ് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ കാണാത്ത ആരും തന്നെ കഴിഞ്ഞ 4-5 വർഷങ്ങളിലായിട്ട് ഈ BSF അല്ലെങ്കിൽ CRPF അല്ലെങ്കിൽ CASF പോലെയുള്ള SSC GDയുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് അറിയാലോ, ആ പോസ്റ്റുകളിലേക്ക് കയറിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് ഈ ഞാൻ സജസ്റ്റ് ചെയ്ത പ്ലേലിസ്റ്റുകളുടെ ഒക്കെ താഴെ വന്നിരിക്കുന്ന കമന്റ് മാത്രം നോക്കിയാൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നു. ഈ വർഷവും ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം. എനിക്ക് വളരെ അധികം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ വിദ്യാർത്ഥികൾക്ക് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി ക്ലാസ്സുകൾ കൃത്യമായിട്ട് കൊടുക്കണമെന്ന്. അപ്പൊ ഞാൻ നമ്മുടെ അതുൽ സാറ്, അനിൽ സാറ്, നമ്മൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായ ഒരു അപ്രോച്ചോട് കൂടി നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇനിയും പഠിച്ചു തുടങ്ങുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഒന്നും ആയില്ല സാർ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ, എക്സാം ദിശ അക്കാഡമി നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തു തരാനുള്ള എല്ലാ പരിപാടിയും ചെയ്തു തരാം. ഫിസിക്കലും മെഡിക്കലും അത് മക്കളെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. രാവിലെ എണീറ്റ് ഓടാനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യുക. മെഡിക്കലൊക്കെ മാത്രം പോയിട്ടുള്ളവരൊക്കെ ഉള്ളവരുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് കിട്ടിയിട്ടും. അങ്ങനെയുള്ളവർ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ എന്തായാലും ഫിസിക്കൽ മെഡിക്കൽ പരിപാടികൾ നിങ്ങൾ തുടങ്ങിക്കോളുക. എക്സാം അത് ദിശ അക്കാഡമിയോടൊപ്പം ദിശ അക്കാഡമി തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും. ഒരു തർക്കവും വേണ്ട. എന്നെ തന്നെ നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് 30 days to success. എന്താണ് 30 days to success എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ 30 ദിവസത്തെ കൃത്യമായ ഒരു പ്ലാൻ ആണ്. 30 ദിവസത്തെ കൃത്യമായ ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു പ്ലാൻ പറയുകയല്ല. 30 days to success എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഈ 30 ദിവസത്തെ സക്സസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും, സാർ ഇനിയുള്ള 30 ദിവസം നമ്മളുടെ SSC GDയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്റ്റാഫ് സെലക്ഷന്റെ CGL പോലെ ഒരു വലിയ സിലബസ് ഒന്നുമല്ല. നമ്മൾ കൃത്യമായ ഒരു പ്ലാനോട് കൂടി പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ 30 days നിങ്ങളോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കേണ്ട വഴികളാണ് പറഞ്ഞു തരുന്നത്. അതാണ് ഈ 30 days. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു 30 ഫോൾഡറുകളാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത്. നോക്കൂ, 30 ഫോൾഡറുകൾ. ഈ 30 ഫോൾഡറുകളിൽ ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ദാൻ ദ 13th ഫോൾഡറിൽ നിങ്ങൾ ഈ ഫോൾഡറുകളുടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയുന്ന ഒരു ഏരിയ, അതായത് എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് 100% നിങ്ങൾക്ക് എത്താൻ പറ്റും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഇതിലൂടെ കൃത്യമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തി
ഉറപ്പായിട്ടും എക്സാം ക്വാളിഫൈ ചെയ്യും. കാരണം എക്സാമിന്റെ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വലിയ കട്ട് ഓഫ് ഒന്നുമല്ല. SSC GDയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു 60 മാർക്സ്, 160 മാർക്കിൽ ഒരു 60 മാർക്ക് നേടാമെങ്കിൽ ബോയ്സിന് പലർക്കും എന്താണ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ 60 മാർക്ക് നേടിയെടുക്കുക എന്നും ഉള്ളത് വലിയ പാടൊന്നുമല്ല. ഞാൻ 60 എന്ന മാർക്കിലേക്ക് ഒതുക്കുന്നില്ല. 100 ആൻഡ് എബോവ് മാർക്ക് സ്കോർ ചെയ്യത്തക്ക രീതിയിൽ നിങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ 30 ഫോൾഡറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 30 ക്ലാസ്സുകളിലൂടെ അല്ലെ 30 ദിവസത്തെ പ്ലാനിലൂടെ നിങ്ങളെ ഈ സക്സസിലേക്ക് എത്തിക്കുക. എന്താണ് ഈ 30 ഡേയ്സ് അറിയണ്ടേ? എന്താണ് ഓരോ ഫോൾഡറിലും നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? ദാ നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ഈ സ്ലൈഡിലോട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഒരു ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ 30 ഫോൾഡറുകളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ 30 ഫോൾഡറുകളിലൂടെ ഓരോ ഫോൾഡറിലും മാത്സിന്റെ ഒരു ക്ലാസ് ഉണ്ടാവും, ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് ഉണ്ടാവും, റീസണിങ്ങിന്റെ ഒരു ക്ലാസ് ഉണ്ടാവും, GKയുടെ ഒരു ക്ലാസ് ഉണ്ടാവും. ശ്രദ്ധിക്കൂ, 4 ടോപ്പിക്കിന്റെയും വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കേണ്ടതായ രീതിയിൽ ആ ക്ലാസ്സുകളെ അറേഞ്ച് ചെയ്തിരിക്കും. ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഈ പ്രാക്ടീസ് മെറ്റീരിയൽ ചെയ്യുക. ഇംഗ്ലീഷിന്റെ ക്ലാസ് കാണുക, അതിന്റെ പ്രാക്ടീസ് മെറ്റീരിയൽ ചെയ്യുക. റീസണിങ്ങിന്റെ ക്ലാസ് കാണുക, അതിന്റെ പ്രാക്ടീസ് മെറ്റീരിയൽ ചെയ്യുക. GKയുടെ ക്ലാസ് കാണുക, അതിന്റെ പ്രാക്ടീസ് മെറ്റീരിയൽ ചെയ്യുക എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെട്ട ഒരു ഫോൾഡറാണ് ഡേ 1. അതായത് ഡേ 1 നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് അക്കാഡമി കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയും നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഡേ 1 ഫോൾഡർ എന്ന് പറയുന്നത്. ഇതുപോലെ എന്ത് വരും? 30 ദിവസത്തെ ഫോൾഡറുകൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. ചിട്ടയായി അക്കാഡമിയോടൊപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ 30 ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ഈ ഫോൾഡറുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു സംവിധാനത്തിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എന്താണ്? നമുക്ക് റിയൽ എക്സാംസിനെ ഫേസ് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു ടെൻഷൻസ് മാറ്റുക. റിയൽ എക്സാമിന് ഇക്വലന്റ് ആയിട്ടുള്ള എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. അതിന് വേണ്ട മോക്ക് എക്സാം സൗകര്യം കൂടി ഈ ഫോൾഡറുകളോടൊപ്പം നിങ്ങൾക്ക് തരിക. അപ്പം ആദ്യമേ നിങ്ങൾ ഒന്നാമത്തെ ഫോൾഡർ കണ്ട ഉടനെ മോക്ക് എക്സാംസ് എഴുതേണ്ട, പ്രാക്ടീസ് ടെസ്റ്റുകൾ എഴുതിയാൽ മതി. അതിനുശേഷം കുറച്ച് 10 ഡേ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു മോക്ക് ചെയ്യുക എന്ന രീതിയിലേക്ക് പോവുക. അപ്പോൾ കംപ്ലീറ്റ് ദ കോഴ്സിന് ശേഷം നമുക്ക് പിന്നെ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി? മോക്കും കൂടെ പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ഡേയ്സ് ആയിട്ട് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഇത് നമുക്ക് യൂട്യൂബിലൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല മക്കളെ. ഇത് നമുക്ക് യൂട്യൂബിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല. കാരണം ഒരു ദിവസം തന്നെ ഒരു ഫോൾഡറിൽ മാത്സിന്റെയും റീസണിങ്ങിന്റെയും GKയുടെയും ഇംഗ്ലീഷിന്റെയും ക്ലാസ്സുകൾ പ്ലസ് പ്രാക്ടീസ് ടെസ്റ്റുകളിലൂടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതിനോടകം തന്നെ SSC GDയുടെ ക്ലാസ്സുകൾ എടുത്ത് പഠിക്കുന്നുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ ഞാൻ പറഞ്ഞില്ല, ഓഫ്ലൈനിലൊക്കെ കഴിഞ്ഞ വർഷം ജൂൺ മുതലേ SSC GD പ്ലാൻ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഓൺലൈനിലും അതേപോലെ തന്നെ വളരെ നേരത്തെ തന്നെ SSC GD കോഴ്സുകൾ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിൽ വലിയൊരു ശതമാനം ആളുകൾ പറയാറുണ്ട്, സാർ എനിക്ക് കോഴ്സ് ഒന്നും എടുത്ത് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല, എന്റെ കയ്യിൽ വലിയ എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല, ഓഫ്ലൈനിൽ വന്ന് വലിയ ഫീസ് സ്ട്രക്ചർ കൊടുത്ത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഓഫ്ലൈനിലൊക്കെ അക്കാഡമിയെ സംബന്ധിച്ച് ഒരുപാട് എക്സ്പെൻസ് ആകുന്നതാണ്. ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാം ഇതിനെല്ലാം ഫാക്കൽറ്റി പോലെയുള്ള എക്സ്പെൻസുകൾ, റൂം റെന്റുകൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആകുന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് യൂട്യൂബിലൂടെ മാത്രമേ ക്ലാസ്സുകൾ കൊടുക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് മൊമെന്റിലെങ്കിലും അക്കാഡമിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ക്രാഷ് കോഴ്സ് ആയിട്ട് 30 ദിവസത്തിൽ 30 ഫോൾഡറുകളായിട്ട് ക്ലാസ്സുകളെ ഒതുക്കിയുന്ന രീതിയിൽ. അപ്പൊ അതിന്റെ ഒരു 30 ഡേയ്സ് ക്ലാസ്സിന് വരുന്ന ഫീസ് സ്ട്രക്ചർ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ മാത്രമാണ്. ഒരു വലിയ ഫീസ് സ്ട്രക്ചർ ഇൻക്ലൂഡ് ചെയ്യാതെ, ഞാൻ പറഞ്ഞല്ലോ 490, അതായത് 500 രൂപയ്ക്കകത്ത് വരുന്ന കോഴ്സ്. 500 രൂപയ്ക്കകത്ത് വരുന്ന കോഴ്സ് എന്ന് പറയുമ്പോൾ അക്കാഡമിക്ക് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ പോലും എടുത്ത് പഠിപ്പിക്കാൻ ഒരു ഫാക്കൽറ്റിക്ക് സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു മോക്ക് എക്സാം എടുക്കുന്ന പൈസ മാത്രമാണ് നിങ്ങൾക്ക് എന്തിനു വരുന്നത്? ഈ കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ടാണ്. ഈ കോഴ്സ് നിങ്ങൾ എടുത്ത് പ്രിപ്പയർ ചെയ്യുക. ഇതാണ് അക്കാഡമിക്ക് ദ ലാസ്റ്റ് 30 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 40 ഡേയ്സ് ഇനി ഫ്രണ്ടിലുള്ളപ്പോൾ നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു യൂട്യൂബ് നോക്കി പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ എവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഈ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ധൈര്യമായിട്ട് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളൂ. ഞാൻ
100% നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. ഇത് നന്നായി പഠിക്കുകയാണെങ്കിൽ, ഇത് ചിട്ടയായി ഈ ഫോൾഡറുകൾ അനുസരിച്ച് അക്കാഡമിയോടൊപ്പം സഞ്ചരിച്ച് പഠിക്കുകയാണെങ്കിൽ അയാൾ എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ദിശയുടെ യൂട്യൂബ് ചാനലുകളും അതിന്റെ താഴത്തെ നമ്മുടെ വീഡിയോയുടെ താഴത്തെ കമന്റുകളും തന്നെയാണ് ഇതിന് ഏറ്റവും ആധാരമായിട്ടുള്ള കാര്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ്. ഇനി അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആലോചിച്ച് നിൽക്കേണ്ട കാര്യമില്ല. സാർ ഞാൻ ഇന്ന് ഏത് ക്ലാസ്സാണ് കാണേണ്ടത്, മറ്റേ വീഡിയോ ഒന്ന് ചെയ്തു തരാമോ എന്ന് ആലോചിച്ച് നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ യൂട്യൂബ് കാണുന്ന എല്ലാ ആളുകൾക്കും ഈ സൗകര്യം പ്രധാനപ്പെടുത്തി. നിങ്ങൾക്കറിയാലോ, ഒരു ഫോൺ റീചാർജ് ചെയ്യുന്ന എമൗണ്ട് മാത്രമാണ് നമ്മൾ ഈ കോഴ്സിൽ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മാസത്തെ ഒരു ഫോൺ റീചാർജ് ചെയ്യാനുള്ള എമൗണ്ട് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. സോ ഈ ഒരു അവസരം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ദിശ അക്കാഡമിക്ക് ഒരു 40-45 ഡേയ്സ് SSC GD എക്സാമിലേക്ക് ഉള്ളപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അവതരിപ്പിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടെ, ഞാൻ പറഞ്ഞില്ലേ ആ യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്ന ആഗ്രഹത്തിലിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നറിയാം. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലേക്ക്, അല്ലെങ്കിൽ ദിശ എന്ന് പറയുന്ന ഫാമിലിയിലൂടെ പഠിച്ച് ഫോഴ്സിൽ എത്തിയവരുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്കും എത്താൻ സാധിക്കട്ടെ. അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്യുക, ഈ അവസരം യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നമ്മുടെ ഈ കമന്റ് ബോക്സിൽ, എങ്ങനെയാണ് നിങ്ങൾ ഈ കോഴ്സ് എടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് മറ്റും നമ്മുടെ കമന്റിൽ നിങ്ങൾക്ക് ലിങ്കിൽ കമന്റ് ആയിട്ട് ഉണ്ടാവും. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് നമ്മുടെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എല്ലാവർക്കും ദിശയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ദിശ ഫാമിലിയുടെ ഭാഗമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് കൂടി തന്നുകൊണ്ട്, വെറുതെ ഒരു കോഴ്സ് മാത്രം തരികയല്ല, 45 ദിവസം നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു മെന്റർ സപ്പോർട്ട് കൂടി തന്നുകൊണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഈ സൗകര്യം എല്ലാവരും പ്രയോജനപ്പെടുത്തുക.